ഇപ്പോൾ കാശ്മീരിൽ ടോട്ടൽ ബ്ലാക്ക് ഔട്ടാണ് എന്ന വാർത്തകൾ കൂടി വരുന്നു. കാശ്മീർ പൂർണ്ണമായും ഇരുട്ടിലായി കഴിഞ്ഞു. നമ്മുടെ ജനങ്ങളെല്ലാം സുരക്ഷിതരാണ് എന്ന വാർത്തയും വരുന്നുണ്ട്. ഈ അവസരത്തിൽ ബാരാമുള്ളയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ബൽറാം ലേറ്റസ്റ്റ് വിവരങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യുന്നു. ബൽറാം, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ശ്രീനഗർ എയർപോർട്ടിൻ്റെയും അതുപോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ മിസൈലുകൾ ഇവർ തൊടുക്കാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ജമ്മുവിൽ പാകിസ്ഥാന്റെ ആക്രമണം നമ്മുടെ സേന പ്രതിരോധിച്ചു, ചെറുത്ത് തോൽപ്പിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടും പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു. 8 പാക് മിസൈലുകൾ ഇന്ത്യ തകർത്തുവെന്നാണ് അതിർത്തിയിൽ നിന്ന് വരുന്ന ഇപ്പോഴുള്ള വാർത്ത. ഡ്രോൺ ആക്രമണ ശ്രമവും ഇന്ത്യ തകർത്തു. വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടതായിരുന്നു പാകിസ്ഥാന്റെ മിസൈലുകൾ എന്നാണ് നമുക്കറിയുന്നത്. കാശ്മീരിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന വാർത്തയുണ്ട്. പഞ്ചാബിലെ പത്താൻകോട്ടിൽ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മേഖലയിലുള്ള വൈദ്യുതി ബന്ധങ്ങൾ വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 8 പാക് മിസൈലുകളും ഇന്ത്യ തകർത്തു എന്ന വാർത്ത നമുക്ക് ലഭിക്കുന്നു. അതുപോലെ പാകിസ്ഥാന്റെ വ്യോമാക്രമണ നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ തകർത്തത് എന്നാണ് അതിർത്തിയിൽ നിന്ന് നമുക്ക് വരുന്ന വിവരം. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ച് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബാരാമുള്ളയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി ചേർന്നു. ബൽറാം, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. കശ്മീരിലെ 4 ഇടങ്ങൾ ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാന്റെ മിസൈലുകൾ ഇന്ന് തൊടുത്തുവിട്ടത്. എന്നാൽ ഒന്നും ലക്ഷ്യം കണ്ടിട്ടില്ല. ഈ ശ്രമങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പാകിസ്ഥാൻ ഉന്നം വിട്ടിരിക്കുന്നത് ജമ്മു മേഖലയാണ്. ജമ്മുവിലെ എയർപോർട്ട് ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാന്റെ മിസൈലുകൾ 8 മിസൈലുകൾ കുതിച്ചെത്തിയത്. ഇതെല്ലാം തന്നെ നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം. ഒപ്പം തന്നെ ഇന്ന് നമ്മൾ പോയിരുന്ന അല്പസമയം മുമ്പ് നമ്മൾ മടങ്ങിയ മേഖല കുപ്വാര മേഖലയിലും ഇത്തരത്തിലുള്ള ശ്രമം, മിസൈൽ ആക്രമണ ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് അഭിമാനം തോന്നുന്നത്. ഇന്ന് കുപ്വാര മേഖലയിലെ പാകിസ്ഥാന്റെ ആക്രമണമുണ്ടായ മേഖല സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ഈ അതിർത്തി മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു ആക്രമണ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുറമേ നിന്നുള്ള ആളുകളെ, മാധ്യമങ്ങളെ ഉൾപ്പെടെ കുപ്വാരയിലേക്ക് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലേക്ക് പ്രവേശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. തുടർന്ന് ഇന്ന് ഈ ചൌക്കിബാൽ പ്രദേശത്ത് നിന്ന് പോലും 5 മണിയോടെ മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശം അധികൃതർ നൽകുകയായിരുന്നു, മാധ്യമങ്ങൾ അടക്കമുള്ള എല്ലാവരോടും തന്നെ. ഇത് കൂടാതെ മറ്റിടങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത് സാംബ മേഖലയിലേക്കാണ് പാക് മിസൈലുകൾ എത്തിയത്. കൂടാതെ അക്നൂർ സെക്ടറിലേക്കും പാക് മിസൈലുകൾ ലക്ഷ്യം വെച്ചു. അക്നൂരിൽ പ്രധാനമായും സൈനിക പോസ്റ്റും ഒപ്പം തന്നെ ജനവാസ മേഖലയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ മിസൈലുകൾ വന്നത്. ഒപ്പം തന്നെ പഞ്ചാബിലെ 2 ഇടങ്ങളും അമൃത്സറും പത്താൻകോട്ടും ലക്ഷ്യം വെച്ചുകൊണ്ട് പാക് മിസൈലുകൾ എത്തി എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. പത്താൻകോട്ട് സൈനിക താവളം, ഒപ്പം തന്നെ അമൃത്സർ വിമാനത്താവളം എന്നിവ ലക്ഷ്യം വെച്ചായിരുന്നു പാക് മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഈ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. പാകിസ്ഥാന്റെ ശൈലി ആവർത്തിച്ചിരിക്കുന്നു. രാത്രിയുടെ ഇരുട്ടിൽ ആക്രമണം നടത്തുന്ന പാകിസ്ഥാന്റെ ശൈലി ഒരിക്കൽ കൂടി ഈ രാത്രിയും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ 2 രാത്രികളിലും 2 മണിക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത് എങ്കിൽ ഇന്ന് ഇരുട്ട് തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങളെ, ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനങ്ങളെ, ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളെ, ജനവാസ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകൾ തൊടുത്തുവിടുകയാണ്. തക്കതായ മറുപടി തന്നെ നൽകും ഇന്ത്യ എന്ന ഉറപ്പാണ്. കഴിഞ്ഞ രാത്രിയിലും സമാനമായ നീക്കമാണ് ഉണ്ടായത്. പാകിസ്ഥാനിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രകോപനമുണ്ടായോ അതേ തരത്തിലുള്ള ചുട്ട മറുപടി ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന് നൽകി. ഇന്നലെ രാത്രി, ഇന്ന് പകലും അത് ആവർത്തിച്ചു. ഇന്ത്യയുടെ ഡ്രോണുകൾ പാകിസ്ഥാന്റെ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയും ലക്ഷ്യങ്ങൾ ഭേദിക്കുകയും ചെയ്യുന്നത് ഇന്ന് ലോകം കണ്ടതാണ്. പാകിസ്ഥാൻ എന്നാൽ അതുകൊണ്ട് പാഠം പഠിക്കുന്നില്ല, മറിച്ച് രാത്രി ഇരുട്ടി തുടങ്ങുമ്പോൾ ആക്രമണം നടത്തുന്ന പതിവ് ശൈലി പാകിസ്ഥാൻ ഈ ഒരു ഘട്ടത്തിലും ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളെ, അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളെ ലക്ഷ്യം വെച്ച് മിസൈലുകൾ തൊടുക്കുകയാണ് പാകിസ്ഥാൻ. അതിന് ശക്തമായ പ്രതിരോധം, കവചം തീർക്കുന്നുണ്ട് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ. പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 വ്യോമ പ്രതിരോധ സംവിധാനം അത് കൃത്യമായി തന്നെ പാകിസ്ഥാന്റെ എല്ലാ മിസൈലുകളെയും തടുത്തിടുന്നു.
പ്രധാനമായും ജമ്മു സെക്ടറിൽ മാത്രം 8 മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ അത് തരിപ്പണമാക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ജമ്മു മേഖലയിൽ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. പൂർണ്ണമായി ബ്ലാക്ക് ഔട്ട്, വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിനും നഗരമേഖലകൾ തിരിച്ചറിയുന്നത് തടയുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ആവശ്യമായ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഏജൻസികൾ നൽകിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇതുവരെയും പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് മേഖലകളിലും സമാനമായ സ്ഥിതി തന്നെയാണ്. ഇന്ന് കുപ്വാരയിൽ ഉച്ച മുതൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിരുന്നു. കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളെ CRPF, BSF ഉദ്യോഗസ്ഥരെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോകൾ ഈ മേഖലകളിൽ എല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഈ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളെയും മുൻകൂട്ടി അറിയാൻ ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ശക്തമായ പ്രതിരോധം ഈ ആക്രമണങ്ങൾക്കെതിരെ തീർക്കാൻ ഇന്ത്യക്ക് കഴിയുന്നതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്നത്. ഈ പ്രകോപനം പാകിസ്ഥാൻ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ നിലപാട് ആവർത്തിക്കുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും ആവർത്തിച്ച നിലപാടാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏത് നീക്കമുണ്ടാകുന്നു അതേ അളവിൽ അളന്നു തൂക്കിയുള്ള പ്രതിരോധം അല്ലെങ്കിൽ പ്രത്യാക്രമണമായിരിക്കും ഇന്ത്യ നടത്തുക എന്നുള്ളത്. ഇന്നിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് രാജ്യത്തെ വിമാനത്താവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ ജനവാസ മേഖല എന്നിവയാണ്. ഇന്ന് ഇരുട്ടി തുടങ്ങുമ്പോഴേ പാകിസ്ഥാൻ ഈ മേഖലകൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് കൃത്യമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകും എന്ന ഉറപ്പാണ്. ഇന്നലെ അത് ചെയ്തു കാണിച്ചിരുന്നു. ഇനിയും അത് ഉണ്ടാകും. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്ന് സുസജ്ജമാണ്. അതിർത്തി കടന്ന് ഒരു ആക്രമണം ഇന്ത്യയുടെ ഗ്രാമീണ മേഖലകളിലേക്ക്, അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാൻ ആവശ്യമായ മിസൈൽ ലോഞ്ചറുകൾ ഈ അതിർത്തി മേഖലകളിൽ ജമ്മു കശ്മീരിന്റെ ഓരോ അതിർത്തിയിലും പാക് പ്രകോപനം ഉണ്ടാകുന്ന മേഖലകളിൽ ഒക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ സുരക്ഷാ സേന അത് പ്രയോഗിക്കും ഇന്ന് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി ഇന്ത്യൻ ഗ്രാമങ്ങൾക്കെതിരെ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അത് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിലുള്ള ആക്രമണമാണ് ഇരുട്ടിന്റെ മറവിൽ പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുന്നത്.